നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ട്രിക്സാണ് ഇന്നത്തെ വീഡിയോ. ഉദാഹരണത്തിന് നമ്മൾ മൊബൈലിൽ ഒരു കാര്യമായ വർക്ക് നടത്തുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ ഒരു പാട്ട് പാടുകയാണ്. ഉദാഹരണത്തിന് സ്മ്യൂൾ അതുപോലെ തന്നെ സ്റ്റാർ മേക്കർ പോലുള്ള ആപ്ലിക്കേഷൻസുകളിൽ നമ്മൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, കാരണം ഈ ആപ്ലിക്കേഷൻസുകളിലൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ നമുക്ക് കോൾ വരും, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമുക്ക് മെസ്സേജ് വരും, പിന്നെ മെയിൽ നമുക്ക് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പാടിയ പാട്ടുകൾ നമുക്ക് വീണ്ടും ആവർത്തിച്ച് പാടേണ്ടി വരും. കാരണം ആ പാട്ടൊക്കെ അലങ്കോലമായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷൻസുകളിലും ഇൻ്റർനെറ്റ് വർക്കാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ. എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുക. ഇവിടെ വലതുവശത്ത് ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, അതായത് ഇത് ക്ലോസ് ചെയ്യുന്ന ഇവിടെ ഒരു ടിക്ക് ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്കിവിടെ സിസ്റ്റം ആപ്പും ഒക്കെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏറ്റവും താഴെ ഇടതുവശത്ത് ഓൺ ഓഫിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അവിടെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു വാണിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോ കൊടുത്താൽ മതി. ഇപ്പോൾ നോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ആ ഒരു ടിക്ക് മാർക്കും കൂടി കൊടുക്കുക. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണം അതൊക്കെ നമുക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. മൊത്തമായിട്ടും നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലതുവശത്ത് താഴെ 3 ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ബ്ലോക്ക് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കളർ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൊന്നും ഇനി ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യില്ല. ഇനി എല്ലാം നിങ്ങൾക്ക് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് അൺബ്ലോക്ക് ഓൾ എന്ന ഭാഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഞാനൊരു ആപ്ലിക്കേഷൻ ഇതിൽ നിന്നും ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, അതായത് യൂട്യൂബ് തന്നെ ഞാൻ എടുക്കുകയാണ്. യൂട്യൂബിൻ്റെ ആ വലതുവശത്തുള്ള ആ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിപ്പോൾ ആ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം. ഞാൻ ബാക്ക് വരികയാണ്. ബാക്ക് വന്നതിന് ശേഷം ഞാൻ യൂട്യൂബ് ഒന്ന് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഡാറ്റ ഇവിടെ ഓണാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ഡാറ്റ ഓണിലാണുള്ളത്. പക്ഷേ യൂട്യൂബ് തുറന്നപ്പോൾ ഒന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. യൂട്യൂബ് വർക്കാകുന്നേ ഇല്ല, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അത് ഒന്നുകൂടി ഓൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ യൂട്യൂബ് ക്ലോസ് ചെയ്തു. വീണ്ടും ആ യൂട്യൂബിൻ്റെ ഭാഗം എടുത്തിട്ട് ഞാനത് ഓൺ ചെയ്യുകയാണ്. ആ ഒരു ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് അൺബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഓണായി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റും നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമായ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്ന കോളുകളും മറ്റുള്ള നോട്ടിഫിക്കേഷനും ഒക്കെ വരുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ ഈ ഒരു രൂപത്തിൽ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.